പ്രശാന്ത് സാർ നമസ്കാരം. ഈ കഴിഞ്ഞ കുംഭമേളയിൽ ഒരു അപകടം ഉണ്ടാവുന്നു. ആ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ വന്ന സമയത്ത് ഈരാറ്റുപേട്ട മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുള്ള ചില ആളുകൾക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള തരത്തിൽ UP പോലീസിന്റെ ഭാഗത്തു നിന്നും ചില അറിയിപ്പുകളോ അല്ലെങ്കിൽ ചില സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് PC ജോർജ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അദ്ദേഹം പണ്ട് മുതലേ പറയുന്നുണ്ട്, ഈ ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെ സുഡാപ്പികൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല, കേരളത്തിലാകെ ഈ തരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് ഉള്ളത് എന്ന നിലയിൽ PC ജോർജ് വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ആനപ്പുറത്ത് ഈ തീവ്രവാദി നേതാക്കന്മാർ വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒപ്പം PC ജോർജ് ഇത്തരം സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില നിലപാടുകൾ എടുക്കുന്നു. അതിനോടനുബന്ധിച്ച് കേന്ദ്രവും ഒരേപോലെ തന്നെ ഈ സുഡാപ്പികൾക്കെതിരായിക്കൊണ്ട് ചില പ്രധാന നീക്കങ്ങൾ നീങ്ങുന്നു, അവർക്ക് ഒരു പണി വരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ചില വിവരങ്ങൾ കിട്ടുന്നത്. എന്തൊക്കെയാണ് സാർ കൂടുതൽ വിവരങ്ങൾ? സാറ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാറിന് മനസ്സിലായത്? കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിഷയത്തിനകത്ത് രഹസ്യമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. അതിനകത്ത് നമ്മളുടെ അറിവിനകത്തുള്ളത് ആ 120 പേരുണ്ട്. അതിനകത്ത് 10 പേരോളം കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, മലയാളികളുണ്ട്. 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ ഇവനെല്ലാം പഴയ PFI, ഇപ്പോഴത്തെ SDPI. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കുംഭമേള കലക്കുന്നതിനും അതിനോടനുബന്ധിച്ച് അവരെ ചോദ്യം രഹസ്യമായിട്ട് വെച്ചേക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് ഈ PFIക്കാരൻ എന്ന് പറയുന്നവന്റെ പേര് മാറ്റി SDPIയും PFI ഒന്നാണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇതെല്ലാം ഒരുപക്ഷെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണ് PC ജോർജ്. ആ PC ജോർജ് എന്ന് പറയുന്നത് ഇവിടുത്തെ BJPക്കാരന് പറയുന്നതിന് പോലും ആശങ്കയുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ സുഡാപ്പികളെ പറ്റിയും അല്ലെങ്കിൽ ഇതുപോലെ ഈ മൊത്തം മുസ്ലിങ്ങളെ പറ്റിയല്ല, ഇവിടെ തീവ്ര നിലപാടുമായിട്ട് രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, വിഭജിക്കുന്നതിന് വേണ്ടി, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ ചൂണ്ടിക്കാണിക്കുന്നു. ജോസഫ് മാഷിന്റെ വിഷയം വന്ന PC ജോർജ് അല്ലേ ഉള്ളായിരുന്നു. ഈ പറയുന്നത് പോലെ ഈ മതമേലധ്യക്ഷന്മാർ ഈരാട്ടുപേറ്റയിൽ അല്ലെങ്കിൽ പാലായിൽ ഈ പറയുന്ന ലവ് ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ, പാർത്തൻ അറിയാമല്ലോ, ലവ് ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ ഈ പറയുന്ന ലവ് ജിഹാദിനകത്ത് പെട്ടുപോകുന്ന നമ്മളുടെ പെൺകുട്ടികളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അന്ന് നിരോധിച്ചിട്ടില്ല. PFIക്കാരൻ ജാഥയുമായിട്ട് ചെന്നപ്പോൾ RSSകാരന്റെ കൂടെ ഇറങ്ങി നിന്ന ഒരു ക്രിസ്ത്യാനി, അയാൾ BJP അല്ല, അയാൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവിടെ ഈരാറ്റുപേട്ടയിൽ കുർബാന നടത്തിയ പള്ളിക്കകത്ത് 20ഓളം ബൈക്ക് ചില പ്രത്യേക ആൾക്കാരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ചെന്ന് പള്ളിയിലച്ചൻ എന്ന് പറഞ്ഞ്, മക്കളെ ഇവിടെ കുർബാന നടക്കുക, ഇത് യേശുക്രിസ്തുവിന്റെ സ്ഥലമാ, പള്ളിയാന്നൊക്കെ പറഞ്ഞപ്പോ ആ പള്ളിയിലച്ചനെ തെള്ളിയിട്ട അവന്റെ നെഞ്ചത്ത് വണ്ടി കയറ്റി വെച്ചവന്റെ കാര്യം പറയാനും ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ധൈര്യമില്ലായിരുന്നു, ഭയമായിരുന്നു. അന്നും PC ജോർജേ ഉള്ളൂ. കൂടെ BJPക്കാരനും പറഞ്ഞത്, RSSകാരനും പറഞ്ഞത്. ഞാനീ പറഞ്ഞത് ഇപ്പൊ അദ്ദേഹത്തിന് പേരിൽ കേസുണ്ട്, വാർത്ത കേട്ടില്ലയോ? വിദ്വേഷ പ്രസംഗം നടത്തി. ഒരുപക്ഷെ ചാനലിനകത്തിരുന്നപ്പോ അയാളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി വരുന്നൊക്കെ പറയും. അതിനകത്ത് നമുക്ക് ഒരു മുസ്ലിമെങ്കിലും മാന്യമായിട്ട് നമ്മുടെ രാജ്യസ്നേഹിയായിട്ടുള്ള, ആദ്യം നമ്മുടെ രാജ്യം എന്ന് വിചാരിക്കുന്ന ആളുകൂടെ ഉള്ളപ്പോൾ മൊത്തത്തിലുള്ള മുസ്ലിങ്ങളെ യാതൊരു കാരണവശാലും നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാവരും പാകിസ്ഥാനിൽ പോകണമെന്നും എല്ലാവരും സുഡാപ്പിയാണെന്നൊന്നും പറയാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ് അതിനകത്ത് പ്രത്യക്ഷം. പക്ഷെ അങ്ങനെ ആവേശത്തിൽ പറഞ്ഞ ജാമ്യം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ആനപ്പുറത്ത് കയറ്റിയവന്മാരെ, അല്ലെങ്കിൽ ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഈ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തുടർന്നീളം വീണ്ടും വർഗീയ പ്രസംഗങ്ങളും അല്ലെങ്കിൽ പിള്ളേരും കുഞ്ഞുങ്ങളും ഇറങ്ങി ഇവിടുത്തെ ബാക്കിയുള്ള ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ഇന്ത്യയെ, നരേന്ദ്രമോദിയെയും ഹിന്ദുക്കളെയൊക്കെ ചീത്ത പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വർഗീയ രീതിയിൽ ആൾക്കാരെ കോപ്പ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യമൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പൊ ഞാനീ പറഞ്ഞത് PC ജോർജ് പറഞ്ഞതിനകത്ത് എന്തുവാ തെറ്റ്? ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നവനും ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യ വിരുദ്ധ പറയുന്നവനും ഒക്കെ എന്തിനാ ഇന്ത്യ നിൽക്കുന്നേ? ഇന്ത്യ കൊള്ളത്തില്ലെങ്കിൽ ഇവിടുത്തെ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചോണ്ട് ഇവിടെ എന്തിനാ നിൽക്കുന്നേ? ആ അർത്ഥത്തിൽ നോക്കി PC ജോർജ് പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം PC ജോർജ്, നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണോ എന്നറിയത്തില്ല, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടുന്നതിന് മുമ്പേ തന്നെ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനവും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെ ഉണ്ട്, എത്രത്തോളം ഉണ്ട്, എന്തോ വലിപ്പത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവരറിയാതെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. ഏതായാലും അതിന്റെ വലിപ്പവും അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ബോധ്യമായത് കൊണ്ടാവാം
ശരിയാ, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് SDPIക്കെതിരെ വ്യക്തമായ തെളിവുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ആ പാർട്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിന് ഫണ്ട് വെളിയിൽ നിന്ന് വരുന്നു, തുർക്കിയിൽ നിന്ന് വരുന്നു, ഈ പറയുന്ന ഖത്തറിൽ നിന്ന് വരുന്നു. 16,000 അക്കൗണ്ടുകൾ ഇവർക്ക് പൈസ വരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ചില ഈ പറയുന്ന ഈന്തപ്പഴം വിൽക്കുന്നവനും ഡേറ്റ്സ് വിൽക്കുന്നവനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ അടച്ച് ഇവിടുത്തെ PFIക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടി ആതുര സേവന കേന്ദ്രങ്ങളിലേക്ക് കൊടുത്തുവിടുന്നതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇവിടെ മുക്കിന് പാർത്തൻ നോക്കിയാൽ കാണും വലിയ ഈന്തപ്പഴ സ്റ്റാളുകളുണ്ട് ഇപ്പൊ. ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ നോക്കും ഇതിനകത്ത് എത്ര കച്ചവടമുണ്ട്, ഇവിടെ ഈന്തപ്പഴം തിന്നുന്നവർ എത്ര പേരുണ്ട്. ആ ഈന്തപ്പഴം അവിടെ നിന്ന് ഇവന്റെ ഫണ്ടിന് വേണ്ടി ഇവിടെ വരുന്നതാണ്. പൈസ അവിടെ അടയ്ക്കും. അതുകൊണ്ട് ഗവൺമെന്റിന് അത് വരണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്നത് പൈസ അടച്ച് ഗവൺമെന്റ് സംവിധാനത്തിൽ കൂടി ടാക്സ് കൊടുത്ത് വരുന്ന സാധനം. പക്ഷേ ഇവിടെ വിൽക്കുന്ന ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടതില്ല. അത് ഈ മാതിരി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ചില ആക്രിക്കടകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ചില വഴിയോര കച്ചവടക്കാർ തട്ടുകടകൾ, 5 സ്റ്റാർ തട്ടുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഏതായാലും ഇന്ത്യ വിരുദ്ധതയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം പ്രശ്നം ഉണ്ടാക്കുന്നതിനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു രീതിയാണ് SDPIയുടെ എന്ന് വ്യക്തമായ തെളിവ് കിട്ടി. ഏറ്റവും അവസാനം കുംഭമേളയിൽ ഒരു തിരക്കുണ്ടാക്കി ആ തിരക്കിൽ കൂടി കോടിക്കണക്കിന് ആൾക്കാർ വരുന്നിടത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നിടത്ത് ഒരു വിഷയമുണ്ടാക്കി, ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, ഒരു കലാപം ഉണ്ടാക്കാനും തയ്യാറായി വന്നപ്പോൾ അതിനകത്ത് പരിശോധിച്ചപ്പോൾ ഇവിടുത്തെ 10 പേരുണ്ടെന്നും 120 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും രഹസ്യമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് PFIക്കാരനെയും നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ നിരോധിക്കുന്നതിനോടൊപ്പം തന്നെ ഹമാസിന് നിരോധനം ഏർപ്പെടുത്താനും ഭീകര പട്ടികയിൽ പെടുത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഏതായാലും PC ജോർജ് പറഞ്ഞത് കൊണ്ടാണോ അല്ലയോ, അല്ലെങ്കിൽ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നു. ഇവിടുത്തെ ഈ പറയുന്ന നിരോധന സംഘടനകൾ SDPI അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചാലുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. ഇവിടെ രാവിലെയും വൈകിട്ടും അടുപ്പി ഊട്ടി ചർച്ച നടത്തുന്ന, അതിന് ഫണ്ട് കൊടുക്കുന്ന, അവന്റെ പുറകിൽ നിൽക്കുന്ന ചാനല ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഇപ്പം ആക്ഷേപം വന്നിട്ടുണ്ട്. ഇസ്രായേൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം, അല്ലെങ്കിൽ നിരോധിക്കേണ്ട സംഘടനയാണ്. ഈ രാജ്യത്തുടനീളം ഇതുപോലെ ഒറ്റ രാജ്യം, അത് ഇസ്ലാമിക രാജ്യം എന്ന മുദ്രാവാക്യം മാത്രം ഉയർത്തിക്കൊണ്ട് ബാക്കിയുള്ള ക്രിസ്ത്യാനിയെയും അല്ലെങ്കിൽ ഹിന്ദുവിനെയും ഒക്കെ ഇല്ലായ്മ ചെയ്തായാലും ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണമെന്ന് പറയുന്ന തിയറി ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ അവിടെ ഒരു ക്ലെയിം വെച്ചിട്ടുണ്ട്. നമ്മളെ ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടെ വെള്ളം വീശി നിർത്തിയേക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുണ്ട്, പത്രമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മത്സരിച്ച് മുസ്ലിം ലീഗ് നിൽക്കുന്നു, അല്ലെങ്കിൽ മത്സരിച്ച് ഇവിടുത്തെ കോൺഗ്രസ് നിൽക്കുന്നു, CPMകാരൻ നിൽക്കുന്നു, BJPക്കാരനും മിണ്ടുന്നില്ല. ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി പരിവം കിട്ടിയാൽ ഇന്ത്യ പിടിക്കുന്നതിന് വേണ്ടിയുള്ള സഹായമെല്ലാം ചെയ്യുമെന്ന് ഓരോ ദിവസവും വൈകിട്ട് അടുപ്പ് കൂട്ടി ചർച്ചയ്ക്കകത്ത് ഈ ദാവൂദും കുറെ പേരും ഒക്കെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾക്കകത്ത് നമുക്കറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഭാരതം നിർദ്ദേശിച്ചു കാണും, ഏതാണ്ട് ഒരു ശിവലിംഗം ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഭാരതം. അപ്പൊ ഇവിടെ പല പള്ളികളും അല്ലെങ്കിൽ അമ്പലങ്ങൾ കാണും. പല അമ്പലങ്ങളും പ്രതിക്ഷോഭവും അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ പറയുന്ന ചുട്ടുപ്പൂന്റെ ടപ്പൂന്റെ ഒക്കെ അവന്മാര് വന്ന് തകർത്തിട്ടുണ്ടാവും. ആ തകർത്ത അമ്പലങ്ങളൊക്കെ മണ്ണിനടിയിലൊക്കെ ഉണ്ടാവും. മാന്തുമ്പോൾ ചിലപ്പം ശിവലിംഗം കിട്ടിയെന്നിരിക്കും. ഉള്ളതൊക്കെയാ മാന്തുമ്പോ കിട്ടുന്നേ. അപ്പം അത് കിട്ടിയപ്പോൾ അത് ഈ പറയുന്ന അരമനയുടെ അധീനതയിലുള്ള ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു. അവരെ അറിയിച്ച ഇവിടുത്തെ ഹിന്ദു ഉത്തരവാദിത്തമുള്ള അവരെ സമീപത്തുള്ള ഹിന്ദു നാമധാരികളെ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിനെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, ഞങ്ങൾ ഈ സ്ഥലവും തരാൻ തയ്യാറാ, നിങ്ങൾക്ക് പള്ളി പണിയണോ അമ്പലം പണിയണോ ഇവിടെ വെച്ച് മീറ്റിംഗ് കൂട്ടി ഇവിടെ വേണേ പ്രാർത്ഥന ഇപ്പഴേ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരന്ന് ഇതിനകത്ത് പള്ളി പിടിച്ചെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടെ കയറി അവിടെ അമ്പലം പണിയാൻ പോകുന്നു, ക്രിസ്ത്യാനിക്ക് ഇവിടെ നിവൃത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളെ കുറിച്ച് നോക്കിയില്ലേ. അപ്പൊ അതിനകത്ത് അരമനയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും കാസ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യം ഞങ്ങളാണ്
ഏർപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ അവിടെ വന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഞങ്ങളാണ് ഏർപ്പെടുത്തി കൊടുത്തത്. അവിടെ ഇനി നാളെ കാലത്ത് അമ്പലം പണിയണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാലോ? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞങ്ങളുടെ കയ്യിലിരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവരുടെ ആരാധനയ്ക്ക് മുടക്കം വരുന്ന ക്രമത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അതായത് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇവിടുത്തെ കേരളത്തിനകത്ത് ഈ പറയുന്ന ഒരു കുറച്ചു പേരെങ്കിലും ഇവിടെ മൊത്തത്തിൽ അങ്ങ് വർഗീയത ഉണ്ടാക്കി അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ നല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം കൂടെ അവർ പരസ്പരം ആലോചിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏതായാലും PC ജോർജ് പറഞ്ഞതുപോലെ SDP നിരോധിക്കാൻ പോവുകയാണ്, ഹമാസിന് ഇപ്പൊ പറയുന്ന പോലെ ഈ ഭീകര ലിസ്റ്റിൽ പെടുത്താൻ പോവുകയാണ്. ആ രീതിയിലേക്കുള്ളതാണ് കാര്യങ്ങൾ. ഇനിയും കുറുന്താളിച്ചാൽ ഈ പറഞ്ഞതുപോലെ വെളുപ്പാങ്കാലത്ത് ഭാര്യയുടെ കൂടെയും കുഞ്ഞുങ്ങളുടെ കൂടെയും അടിവസ്ത്രമില്ലാതെ കിടക്കുന്നവനെ അതേ നാണയത്തിൽ തൂക്കിയെടുത്തോണ്ട് പോകും. പിന്നെ അവിടെ ചെന്ന് എനിക്ക് അണ്ടർവെയർ ഇടാൻ സമയം കിട്ടിയില്ല എന്നൊന്നും പറയരുത്. മാത്രമല്ല ഈ ഞാൻ നിർത്താം. പാർത്തൻ അറിയാം, നമ്മളെല്ലാം പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ നിന്റെ അച്ഛനെ എനിക്കറിയാം, അമ്മയെ എനിക്കറിയാം, അല്ലെങ്കിൽ പറയുന്നവനെ എല്ലാം അറിയാം, അവിടെ കയറി തീർക്കും എന്നൊക്കെ പറഞ്ഞവനെ ഈ നമുക്കറിയാവുന്ന പറഞ്ഞ നേതാക്കന്മാരല്ലേ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാര്യം പറയുന്ന ഏറ്റവും അവസാനം കിട്ടിയ PFI കാരന്റെ. ഇപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഈ റൌഫൊക്കെ എന്തോ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ, എന്തൊക്കെ വീരവാദമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ റാഫുവിനെ പറ്റി എനിക്കറിയാവുന്ന ഒരു ഈ ഉദ്യോഗസ്ഥന് പറയുന്നത് ശരിയല്ല, ആരാ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞത് ഞങ്ങള് വലിയ പ്രയാസപ്പെടുമെന്ന് വിചാരിച്ച് യുവമാരെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുന്നതിനും കാര്യങ്ങളും ഒക്കെ. കാല് നിലത്ത് ഷൂ കൊണ്ട് ഉറക്കെ ഒന്ന് ചവിട്ടിയപ്പെടുത്തേനെ ഇവിടെ കേരളത്തിൽ യുവമാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. മൊത്തം സംവിധാനവും പറഞ്ഞു, മൊത്തവന്റെ പേരും പറഞ്ഞു, ഇല്ലാത്തവന്റെ പേരും പറഞ്ഞു. അതെത്രേ ഉള്ളു ഈ സാധനം, മനസ്സിലായില്ലയോ? ഈ പറയുന്ന ന്യായവടി ഒന്നുമില്ല, ഒന്നും ചോദിച്ചില്ല പ്രശാന്ത്. ഷൂ ഒന്ന് അമർത്തി ചവിട്ടിയപ്പോഴത്തേന് യുവമാര് പറയേണ്ട കാര്യം മൊത്തം വന്നു, വലിയ മെനക്കെടും വേണ്ടി വന്നില്ല. അതേ ഉള്ളു നീ. അതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും പറയേണ്ട, വലിയ പ്രശ്നമാണ്. ജയശങ്കർ വക്കീൽ പറഞ്ഞ പോലെ ചുമ്മാതെ കിടന്ന് കുന്തിരിക്കവും അവലും എന്നൊക്കെ പറഞ്ഞ് ചാടല്ല. അന്ന് പുള്ളി പറഞ്ഞ് ഞാൻ ഓർക്കുക, ഇത് ഇന്ത്യ മഹാരാജ്യമാ, ഇവിടുത്തെ സംവിധാനം വേറെയാ, നിങ്ങൾക്കറിയത്തില്ല, അനുഭവിച്ച് പഠിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അനുഭവിച്ച് പഠിച്ചു. തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ ദിവസം എളമരം കരീം പറഞ്ഞതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDP ഒന്നും ഞങ്ങൾ അങ്ങനെ വിമർശിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും ഞങ്ങൾ കൈകോർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ എളമരം കരീം പറയുന്നത് കേട്ടു. പക്ഷേ എളമരം കരീം ഒന്നും വിചാരിച്ചാൽ നിൽക്കുന്നിടത്തല്ല കളികളുള്ളത്. എന്തായാലും കേന്ദ്രം ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പണി കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.